സുഹാസിനി ആന്റി. ആ എവിടെ പോണ്ട? ആരേലും വന്നാലേ എന്ത് കാര്യം? സുഹാസിനി ആന്റി ആ അവരുടെ സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് കൊടുക്കുന്നുണ്ട്. ആണോ? മക്കൾക്കെല്ലാം. എന്നാ പിന്നെ അമ്മച്ചി സാരിയൊക്കെ മാറ്റിട്ട് വരട്ടെ. അവിടെ പോയി നിന്നാൽ എന്തെങ്കിലും കിട്ടും. ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞ് നിന്നാ അവരെന്തെങ്കിലും. എടാ അവിടെ ചെന്ന് ഇങ്ങനെ തലയൊറിഞ്ഞ് നിന്നാ എന്തെങ്കിലും തരുവോടാ? 5 പൈസ തരത്തില്ല. നീ പോയാ കിട്ടുവോ? ഞാൻ പോയി അളിഞ്ഞ എന്തെങ്കിലും തരും. അങ്ങനാണെങ്കിൽ നീ നിക്കുന്നതൊക്കെ കൊള്ളാം. ഒരു 50 സെന്റ് സ്ഥലമെങ്കിലും എടുത്ത് മേടിക്കണം. 50 സെന്റ് മതി മക്കളെ. അമ്മച്ചിക്ക് വലിയ അത്യാഗ്രഹമൊന്നുമില്ല. ഞാൻ ഒരേക്കറ ഉദ്ദേശിച്ചു. നിന്നെ ഞാനല്ലേ വളർത്തി വലുതാക്കിയത്. വലിയ ആഗ്രഹത്തിനൊന്നും പോലും മക്കളെ. 50 75 ആണെങ്കിലും അമ്മ അഡ്ജസ്റ്റ് ചെയ്യും. നോക്കാം. അയ്യോ പ്രതീക്ഷമോ വരുന്നു. മക്കളെ തുണിയൊക്കെ ഇവിടെ അമ്മ കഴിക്കോളാം. അവിടെ ഞാനേ കുഞ്ഞിന് എന്തേലും കുടിക്കാൻ എടുക്കട്ടെ. നല്ല ക്ഷീണോ എന്റെ മുഖത്ത്. മക്കൂടെ എന്തേലും ഹോർലിക്സ് ഇടണോടാ? ഹോർലിക്സ് ഇടണോ? ചായപ്പൊടിയില്ല, എനിക്കറിയാം. കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. എടാ നീ വെയിലത്തിക്കണ്ട. വെയിലത്ത് നിന്ന് നീ വീർക്കും. അതെ സംഭാരം കുടിച്ച് നമുക്ക് അതിരിക്കാം. കഷ്ടപ്പെട്ടെന്റെ ചെറുക്കൻ കുറെ. ഞാനേ അളിയാ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നതാ. അപ്പോഴാ തുണി എഴുന്ന ആരും ആലോചിച്ചത്. ഒരു വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടായിരുന്നത് നല്ലായിരുന്നു. പാവപ്പെട്ടനായി പോയില്ലേ. എന്തിലും നിനക്ക് മാല എഴുതി കിട്ടിയോ? തുണിമില്ല നിന്റെ പേര് കിട്ടിയോ? കിട്ടിയില്ലേ? മക്കളെ ഇതാണ്ട് അമ്മ സംഭാരം കലക്കിയതാ. എന്നാ കുടിക്കും. അയ്യോ വെയിലും ഉണ്ട്. എന്റെ കുഞ്ഞങ്ങ് ക്ഷീണിച്ചു പോയി. എന്നാ കരിവാളിച്ചല്ലേടാ? എന്താ മക്കളെ വെള്ളായിരിക്കുന്നെ? അമ്മ സ്വത്തെല്ലാം പാകം വെച്ച് തന്നോ? മോനിങ്ങോട്ട് നോക്കിക്കേ. ഇനി മോൻ വേണം എന്റെ ഈ മോന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ. എന്തോന്ന് വർത്താനം അവൻ അറിയത്തില്ലേ? അറിയാം, എന്നാലും ഞാനൊന്ന് സൂചിപ്പിച്ചതല്ലയോ. എടാ നമുക്ക് തുണിമില്ല് 2 അടി ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അവിടെ ഒരു ഡാൻസിങ് ബാർ എടുത്താം. ഡാൻസിങ് ബാറോ? ഇവിടെ ഫാൻസി തുടങ്ങിയാ പോരെ? അവിടെ ഡാൻസിങ് ബാർ എടുത്താൽ അമ്മച്ചി കിടക്കുന്നത് ഡാൻസ് കളിക്കല കണ്ണടി കിട്ടി. എന്നാ പിന്നെ അത് മതിയല്ലേ? പൈസയുടെ ചാകര. നീ പൈസയുടെ ചാകര. നീ എന്താ മിണ്ടാതിരിക്കുന്നേ? എന്റെ പൊന്നുമോനെ, ഇത് എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ? എനിക്ക് സ്വത്തും കിട്ടില്ല, ഒരു മണ്ണാകട്ടും കിട്ടിയില്ല. പ്രക്ഷോഭനെല്ലാം എഴുതി കൊടുത്തോ? പുള്ളിക്ക് കൊടുത്തിട്ടൊന്നുമില്ല. അയ്യോ പിന്നെ ഈ ചേച്ചി എന്തോ കൊടുത്തെല്ലാം കൂടെ? അമ്മ എല്ലാം കൂടെ ഏതോ ഒരു ട്രസ്റ്റിന് കൊടുക്കാന്നാ പറയുന്നത് ഇപ്പൊ. എനിക്ക് അപ്പോഴേ അറിയാം മക്കളെ, ഇതിന്റെ ഇടയ്ക്ക് ഒരു ജാരസന്ധതി വരുമെന്ന്. ഈ സ്വത്ത് ഭാഗം വെക്കുമ്പോ എപ്പോഴും ഉള്ളതാ ഒരു ജാരസന്ധതി. അപ്പൊ വരും മക്കളെ. ഈ ട്രസ്റ്റ് ആണാന്നോ പെണ്ണാന്നോ? ഇപ്പോഴത്തെ ഓരോ പരിഷ്കാര പേരുകളെ. എന്താടാ സംഘടന? ട്രസ്റ്റ് എന്ന് പറഞ്ഞാ മച്ചി സംഘടന. എന്താ സംഘടന എന്നാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാല്. വായി വെച്ചൊന്നും മിണ്ടായിരിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊന്ന്? എന്താ അടുത്ത പരിപാടി? എനിക്ക് 2 അടിക്കണം. ഡ്രസ് മാറിയിട്ട് വരാം.